ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായി തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവ, 1/2 കപ്പ് തൈര്, 1 കപ്പ് വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്ത്, ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും, കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തും, ഇഞ്ചി ഒരു ചെറിയ പീസ് എടുത്തിട്ട് ചെറുതായത് കട്ട് ചെയ്തും പാടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് നുള്ള ഉപ്പും അതുപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും പാടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച റവൻ്റെ കൂട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലവണ്ണം അടിച്ചെടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുഴിയുള്ള വെള്ളപ്പത്തിൻ്റെ ചട്ടിയോ പാനോ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് അതിൽ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടും ചുറ്റിച്ചിട്ട് നേരത്തെ തയ്യാറാക്കിയ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇതുപോലെ ചെറിയൊരു ബോൾസ് എടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ച് പരത്തിയിട്ട് അതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിൽ കുറച്ചും പാടെ ഒന്ന് മാവ് ഒഴിച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് അടിച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് മുകൾ വശത്തൊന്ന് നെയ്യോ എണ്ണ തടവിന് ശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്കിത് ചട്ടിയിൽ നിന്നും മാറ്റാം. അങ്ങനെ എല്ലാതും ഇതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ റവയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.